Dear students, welcome to Akashawani Kannur. പഠിച്ചു മുന്നേറാം, രസിച്ചു മുന്നേറാം ഈ സമയവഴിയിലൂടെ. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. റേഡിയോ ടീച്ചർ, Let us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് EN ദിനേശ് ബാബു. ഞാൻ EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ഇനി നമുക്ക് ടീമുകളെ പരിചയപ്പെടാം. ടീം എ. എന്റെ പേര് ആദിശ്രീ. എന്റെ പേര് മയൂക. ഞങ്ങൾ GHSS പാലയാട് നിന്ന് വരുന്നു. ടീം ബി. എന്റെ പേര് ദേവനന്ദ. എന്റെ പേര് ദേവിക. ഞങ്ങൾ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യാവിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം സി. എന്റെ പേര് സാരംഗ്. എന്റെ പേര് നിരഞ്ജൻ. നമ്മൾ GHSS കുഞ്ഞിമംഗലം സ്കൂളിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം ഡി. എന്റെ പേര് വന്ദന സഹൽ. എന്റെ പേര് അവന്തിക CP. GHSS ചേലോറയിൽ നിന്ന് വരുന്നു. ഓക്കെ. ടീം ഇ. എന്റെ പേര് പാർവതി KK. എന്റെ പേര് അനുഷ്മിത KK. ഞങ്ങൾ ചെമ്മലോട് HSSൽ നിന്ന് വരും. ടീം എയോടാണ് ചോദ്യം. ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായനെ. നോക്കൂ, നമുക്ക് 5ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവൻ കുറച്ചുനാൾ നമ്മോടുകൂടി താമസിക്കും. വീട്ടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തന്റെ അമ്മ, തന്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ തന്നിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്തുകൊണ്ട് മിസ്റ്റർ തലത്ത് എന്ന കഥാപാത്രത്തിനെ കുറിച്ച് പറയാമോ? മിസ്റ്റർ തലത്തിന് കൂടുതലും കുടുംബ ബന്ധങ്ങളോട് ഒരു കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോളിക്ക് കുട്ടികളോടുള്ള ഒരു ആത്മബന്ധമൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ കുട്ടികളെല്ലാം കുട്ടിക്കാലം മുതൽ തന്നെ ബോർഡിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അച്ഛനോടും അമ്മയോടും ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സുധീർ എന്ന ഒരു കഥാപാത്രം മിസ്റ്റർ തലത്തിനെ സഹായിക്കാൻ വരുന്നതാണ്. അപ്പോ മിസ്റ്റർ തലത്ത് അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് കണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ കുട്ടികളോടൊപ്പം ഉള്ള ഒരു വ്യക്തിയായി. അങ്ങനെയുള്ള ഒരു വാത്സല്യവും സ്നേഹവും തന്നെയാണ് സുധീറിനോടും അദ്ദേഹം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാഡം തലത്തിന് ഈ മിസ്റ്റർ തലത്ത് സുധീറിനെ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതായത് മറ്റുള്ളവരോട് കൂടുതലും സ്നേഹബന്ധവും ആത്മബന്ധവും മിസ്റ്റർ തലത്ത് എപ്പോഴും പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയോടും എല്ലാവരോടും അദ്ദേഹത്തിന് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. തന്നെയാണ് മിസ്റ്റർ തലത്ത് എന്ന കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ശരിയാണ്. ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായനെ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെ? ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായനെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് 5ാമതൊരു കുട്ടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ സുധീറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മറ്റു മക്കളൊക്കെ ബോർഡിങ്ങിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ ഈ കുട്ടി നമ്മോടുകൂടി താമസിക്കുമെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കാരനായിട്ടുള്ള ആ സുധീർ താമസിക്കുമെന്ന് പറയുന്നു. വീടിനെ പറ്റി ഓർക്കുന്ന അദ്ദേഹത്തിന് ലഹരിയാണെന്നാണ് പറയുന്നത്. മിസ്സസ് തലത്ത് പിന്നീട് നാട്ടിലേക്ക് അമ്മ വിളിച്ചിട്ട് പോലും പോയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 10 മാർക്ക് ലഭിക്കുകയാണ്. ഇനി ടീം ബിയോടാണ് അടുത്ത ചോദ്യം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഈ വരികൾ മിസ്സിസ് തലത്തിന്റെ ജീവിതാവസ്ഥ വെളിപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നു. മിസ്സിസ് തലത്ത് ജോലി തിരക്ക് കാരണം തന്റെ കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും അവരോട് വലിയ അടുപ്പമോ സ്നേഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മിസ്സിസ് തലത്തിന് പ്രായമായി അവർ തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ നോക്കാനും ആരും ഉണ്ടായിരുന്നില്ല. മിസ്സിസ് തലത്ത് ജോലിയിലായിരുന്നപ്പോൾ അമ്മ നാട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ പോയില്ല. അതുപോലെ ഇപ്പൊ നാട്ടിൽ തനിച്ചായി മിസ്സിസ് തലത്തിനെ നോക്കാനും തന്റെ കുട്ടികൾ ആരും വരുന്നില്ല. അപ്പൊ താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങള് തനിക്ക് തന്നെ കിട്ടുമെന്ന് ഇവിടെ വ്യക്തമാകുന്നു. വെരി ഗുഡ്. നല്ല ഉത്തരമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. അവർ അവരുടെ കുട്ടികളെ നോക്കിയില്ല അല്ലെ? അവരെ ലാളിച്ചില്ല, അവരെ സ്നേഹിച്ചില്ല, അവരെ ഉമ്മ വച്ചില്ല. വല്ലപ്പോഴും ഒരു ബൊമ്മയെ പോലെ എടുത്ത് ഉമ്മ വയ്ക്കുക മാത്രമാണ് അവരുടെ പതിവ്. അപ്പൊ തന്റെ കുട്ടികളോട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ സ്നേഹം അവരിൽ നിന്ന് ഇല്ലാതാവുകയും അവരുടെ വാർദ്ധക്യകാലത്ത് ആ കുട്ടികൾ അവരോടൊപ്പം ഉണ്ടായിട്ടില്ല അല്ലെ? അവരൊക്കെ പലയിടങ്ങളിലാണ് താമസിച്ചത്. ചിലയാൾ വിളിക്കുന്നുണ്ട്, പക്ഷെ അത് എത്ര പൊള്ളയായ ഭംഗിവാക്കുകൾ എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ചല്ല വിളിച്ചത്. അത് പൊള്ളയായ ഭംഗിവാക്കുകൾ മാത്രമായിട്ട് മാറുകയാണ്
ചെയ്തത്. അപ്പൊ അവർ ചെയ്ത കർമ്മങ്ങൾ തന്നെയാണ് അവർക്ക് വിനയായിട്ട് മാറുകയും ചെയ്തത്. അപ്പൊ ടീം ബിക്കും 10 പോയിന്റ് ലഭിക്കുന്നു. ഇനി അടുത്ത ടീം സിയോടാണുള്ള ചോദ്യം. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. പാണ്ഡവരുടെ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഇത്തരത്തിൽ കൗരവർക്ക് മുകളിലായി പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടുമുള്ള വിജയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. അതായത് ഇരു കൂട്ടരും തമ്മിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി കുറച്ച് നിയമങ്ങൾ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ സമയത്ത് മാത്രമേ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പാടുള്ളൂ, നിലത്ത് വീണവനെ ആക്രമിക്കരുത്, ഒരേ നിലയിലുള്ളവർ മാത്രം പരസ്പരം ആക്രമിക്കുക, ഇത്തരത്തിൽ കുറച്ച് നിയമങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണം യുദ്ധം മുന്നോട്ട് നീങ്ങേണ്ടതെന്നും ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഇവയൊക്കെ നല്ല രീതിയിൽ പാലിക്കപ്പെട്ടു പോയെങ്കിലും ദിവസം കഴിയും തോറും യുദ്ധത്തിന്റെ നിയമങ്ങളെല്ലാം തെറ്റിക്കപ്പെട്ടു. ഇവിടെ വല്ലപാടുമുള്ള വിജയം, അതായത് യുദ്ധം പുരോഗമിക്കുന്നതോറും യുദ്ധത്തിന്റെ പല ഭാഗങ്ങളിലായി പാണ്ഡവർ കൗരവരെ തോൽപ്പിക്കാനായി പല രീതിയിലുള്ള യുദ്ധത്തിന്റെ നിയമത്തിന് നിരക്കാത്ത കുറച്ച് മാർഗങ്ങൾ പ്രയോഗിക്കുക ഉണ്ടായിരുന്നു. ആരേക്ക് താഴെ അടിക്കാൻ പാടില്ല എന്ന നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടാണ് തന്നെ കൊലപ്പെടുത്തിയതെന്ന് ദുര്യോധനൻ പറയുന്നുണ്ട്. ഭീമൻ തന്നെ ഇങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലും പാണ്ഡവര് യുദ്ധത്തിന്റെ നിയമത്തിനെതിരായി, അതായത് യുദ്ധധർമ്മത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടാണ് കൗരവരെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വല്ലപാടും നേടിയ വിജയം, അതായത് കൃത്യമായ രീതിയിൽ യുദ്ധത്തിന്റെ നിയമങ്ങളെല്ലാം ഇരുകൂട്ടരും പാലിച്ച് 18 ദിവസങ്ങളിൽ യുദ്ധം കൃത്യമായി പൂർത്തീകരിക്കാതെ ഇത്തരത്തിൽ നിയമങ്ങളിൽ പാളിച്ചകൾ വരുത്തിക്കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തതിനാൽ തന്നെ നേരായ രീതിയിലല്ലാത്ത വല്ലപാടുമുള്ള ഒരു വിജയമായിരുന്നു പാണ്ഡവരുടേതെന്ന് ഉള്ള അഭിപ്രായം ഇവിടെ ഉണ്ടാകുന്നു. ശരിയാണ്, വല്ലപാടും നേടിയ വിജയം, അല്ലെ, എങ്ങനെയൊക്കെയോ നേടിയ വിജയം എന്നാണ് അർത്ഥം. ധർമ്മത്തിന് എതിരായിട്ടായിരുന്നു, യുദ്ധത്തിന്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ചായിരുന്നു പാണ്ഡവർ വിജയം നേടിയത്. ഭീഷ്മർ, കർണൻ, ദ്രോണർ, അല്ലെ, ഏറ്റവും ഒടുവിൽ ദുര്യോധനൻ, ഇവരൊക്കെ വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വല്ലപാടും നേടിയ വിജയം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഉത്തരം ശരിയാണ്. 10 മാർക്ക് ടീം സിക്കും ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ധരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്നു കാണും, അവർക്ക് വീണ്ടും കാര്യം നളനും സാധിപ്പിക്കും, ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ. വരികളിൽ നിന്ന് വ്യക്തമാകുന്ന പുഷ്കരന്റെ മാനസിക അവസ്ഥ എന്താണ്? നളൻ രാജാവാണ്, നളന്റെ സഹോദരനാണ് പുഷ്കരൻ. നളൻ രാജാവായതുകൊണ്ട് തന്നെ നളനെ കാണാൻ ഭൂമിയിലുള്ള ആളുകളൊക്കെ ഓരോ കാര്യവും പറഞ്ഞ് വരാറുണ്ട്. അതൊക്കെ നളൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. പുഷ്കരൻ രാജാവല്ലാത്തത് കൊണ്ട് തന്നെ പുഷ്കരനെ കാണാൻ ആരും വരാറില്ല. അതുകൊണ്ടുള്ള നളനോടുള്ള അസൂയയും രാജാവാകാൻ കഴിയാത്തുള്ള സങ്കടമൊക്കെ ചേർന്നതാണ് പുഷ്കരന്റെ മാനസികാവസ്ഥയാണ് ഈ വരികളിൽ. നളൻ രാജാവാണ്, രാജാവായ നളനെ തന്നെയാണ് എല്ലാവരും കാണാൻ വരുന്നത്. എല്ലാ കാര്യങ്ങളും നളന് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ എന്ന് പറയുമ്പോൾ അതിൽ വല്ലാത്ത നിരാശയുണ്ട്. ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ. നിരാശയുണ്ട്, അസംതൃപ്തിയുണ്ട്, അസൂയയുണ്ട്, അസന്തുഷ്ടിയുണ്ട്, അപകർഷതാബോധമുണ്ട്. ഇതെല്ലാം പുഷ്കരനുണ്ട്. അപ്പൊ ഈ പുഷ്കരന്റെ മാനസികാവസ്ഥ ഈ വരികളിൽ നിന്ന് വ്യക്തമാവും. നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പകുതി പോയിന്റ് നൽകുകയാണ്. 5 മാർക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. അന്യജീവനുതകി സുജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഏതിലെ വരികളാണ്? എന്റെ ചോദ്യം അതല്ല എങ്കിൽ ഏതിലെ വരികളാ? പ്രിയദർശനം, നളിനിയിലെ വരികളാണ്, അല്ലെ? പ്രിയദർശനത്തിലെ വരികളാണ്. ചോദ്യം പൂർത്തിയാക്കട്ടെ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ വരികളാണ്. ഈ 2 വരികളും ഒന്ന് താരതമ്യം ചെയ്ത് പറയാമോ? അന്യജീവനുതകി സുജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ പ്രിയദർശനത്തിലെ വരികളാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അപരന് സുഖത്തിനായി വരയണം ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. ഈ 2 വരികളൊന്ന് താരതമ്യം ചെയ്ത് പറയാം. ആദ്യത്തെ വരികൾ പ്രിയദർശനം കുമാരനാശാന്റെ വരികളാണ്. അതിൽ പറയുന്നത് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അതായത് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അതുപോലെ തന്നെ തന്നാൽ കഴിയുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്യണം. അതായത് മറ്റുള്ളവർക്കും കൂടി നന്മ നൽകുന്ന പ്രവൃത്തികളായിരിക്കണം നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. രണ്ടാമത്തെ ശ്രീനാരായണ ഗുരുവിലും ഇതേ അർത്ഥം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി ജീവിക്കണം. അത് തന്നെയാണ് 2 വരികളിലും വ്യക്തമാകുന്നത്. വളരെ കാലത്തിന് ശേഷം നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നതാണ്, അല്ലെ? അതാണ് പ്രിയദർശനം എന്ന കവിത. നളിതന്റെ ജീവിതാഭിലാഷം ദിവാകരന് മുമ്പിൽ കുടഞ്ഞിടുകയും ചെയ്യുന്നു. ദിവാകരനൊപ്പം ജീവിക്കാനാണ്
അവൾ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ദിവാകരൻ പറയുന്നത് അന്യജീവനുതകി സുജീവിതം ധന്യമാക്കും അമലെ വിവേകികളെന്ന്. വളരെ വിശാലമായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് ദിവാകരൻ പറയുന്നത്. സങ്കുചിതമായിട്ടുള്ള ഒരു വ്യക്തിയോട് തോന്നുന്ന സ്നേഹത്തിനെ കുറിച്ചല്ല ദിവാകരൻ പറയുന്നത്. മറ്റുള്ള ജീവിതത്തിന് ഉപകരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ഐശ്വര്യകരമായി മാറുന്നതെന്ന് സൂചിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു പറയുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം. നാം നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവന് കൂടി സുഖമായിട്ട് മാറണമെന്നാണ്, അല്ലെ? അവർക്ക് ഉപദ്രവമാകാൻ പാടില്ല. ശരി ഉത്തരമാണ്. ടീം ഇക്ക് 10 മാർക്ക്. മലയാളം കേരള പാഠാവലി പ്രശ്നോത്തരി തുടർന്നു കേൾക്കാം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാ നാഥ്. റേഡിയോ ടീച്ചർ.